ഫിത്ന നമുക്ക് എക്സ്പോസ് ചെയ്യപ്പെടുകയാണ്, നമ്മുടെ മുമ്പിലേക്ക് തുറക്കപ്പെടുകയാണ്. ഈ ഹദീസിന്റെ അർത്ഥങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കി. ഫിത്ന എവിടെയാണെന്ന് ഓടിച്ചാടിച്ചെന്ന് നമ്മൾ തെരഞ്ഞു പിടിച്ച് നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ മുമ്പിലേക്ക് വരും. തുഅറദുൽ ഫിതൻ അലൽ ഖുലൂബി ഊദൻ ഊദാ ഊദൻ ഊദാ. ഓരോരോ പായയുടെ ഓരോരോ ഇല്ലികളായിട്ട് ഓരോന്നായിട്ട് മനുഷ്യനിലേക്ക് ഫിത്നകൾ വരും. ഇന്ന് ജീവിച്ചിരിപ്പുള്ള വലിയ ഖുർആൻ പണ്ഡിതനും വലിയ ദീർഘദൃഷ്ടിയുള്ള മഹത്തുക്കളിൽ പ്രധാനിയുമായ ഷാദുലി ത്വരീഖത്തിന്റെ അനുഭാവിയുമായ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഹംസ യൂസഫ് അവറുകൾ അമദ്ദല്ലാഹു ഫി ഐശിഹി ഫി ദുല്ലിഹി വ ഉംരിഹി, വലിയ മഹാനാണ്, കാലിഫോർണിയക്കാരനാണ്, പുതുമുസ്ലിമാണ്, 19-ാം വയസ്സിൽ മുസ്ലിമായ ആളാണ്, ലോകത്ത് കിതാബ് ഓതി പഠിച്ച ആലിമാണ്. മഹാനായ ഇമാം ഗസാലി തങ്ങളെ സംബന്ധിച്ച് വലിയ ഡോക്യുമെന്ററി ഉണ്ടാക്കിയ മഹാനാണ്. ഫിഖ്ഹിന്റെ മാലിക്കി മദ്ഹബിന്റെ പ്രബലമായ അഭിപ്രായങ്ങൾ ഫത്വ കൊടുക്കാൻ കഴിയുന്ന ആലിമ. വെറുതെ വന്ന ഒരു പുതുമുസ്ലിം അങ്ങനെയൊന്നുമല്ല ഷെയ്ഖ് ഹംസ യൂസഫ് അവറുകൾ. ചെറുപ്പക്കാർക്കൊന്ന് ഞാൻ മനസ്സിലാക്കി തരാൻ, ഇംഗ്ലീഷൊക്കെ മനസ്സിലാവുന്നവർ ഷെയ്ഖ് ഹംസ യൂസഫിനെ ഒന്ന് യൂട്യൂബിലൊക്കെ നോക്കി. അദ്ദേഹത്തിന്റെ സൈറ്റൂന സൈറ്റ് ഉണ്ട്, യൂട്യൂബിലുണ്ട്. ഷെയ്ഖ് ഹംസ യൂസഫ്, ഒരുപാട് യൂസഫുകളുണ്ട്. ഹംസ യൂസഫ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക, കേൾക്കണം. ഈ ഹദീസിന് അദ്ദേഹം ഒരു വ്യാഖ്യാനം കൊടുത്തത് ഞാൻ കണ്ടു. ഊദൻ ഊദ, മനുഷ്യന് ഓരോരോ ഉഴുതുകളായി. ഉഴുത് എന്ന് പറഞ്ഞാൽ ശരിക്കും വടി എന്നർത്ഥം വരും. ഉഴുത് എയ്താൻ പ്ലൂറൽ ജംഅദാൻ. ഉഴുത് എന്ന് പറഞ്ഞാൽ പായ ഉണ്ടാക്കാൻ ആവശ്യമായതിന്റെ സ്പൈക്കുകൾ, അതിന്റെ സ്ട്രോസ്. ആ സ്ട്രോകൾ വെക്കുന്ന പോലെ നിങ്ങൾക്ക് ഫിത്നകൾ നിങ്ങളുടെ മുമ്പിലേക്ക് തുറക്കപ്പെടും. ഒരുപാട് അർത്ഥം കൊടുക്കാം അതിന്, ഒരുപാട് അർത്ഥം കൊടുക്കാം. നമ്മുടെ ഖുദമാ മഹാന്മാരായ മുൻകഴിഞ്ഞ ആലിമീങ്ങൾ അതിന് കൊടുത്ത അർത്ഥം ഫിത്നകളും ഫസാദുകളും യക്സുറുൽ ഹറജു വൽ മറജ്, കൊലപാതകങ്ങളും വൈരാഗ്യങ്ങളും പകപോക്കലുകളും ലോകത്ത് വർദ്ധിക്കുന്ന കാലമെന്നാണ്. പക്ഷേ ബഹുമാനപ്പെട്ടവർ പറയാ, TV, സാറ്റലൈറ്റ് TVകൾ നമ്മുടെ മുമ്പിലേക്ക് ഫ്രെയിം ചെയ്യപ്പെട്ട സാധനത്തിനും ഊദൻ ഊദ എന്ന പ്രയോഗമുണ്ട്. ഫ്രെയിമായി, ഒരു സ്ക്വയറായി, റെക്ടാംഗിളായി നമ്മുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഊദൻ ഊദ. ഒരു ഹൊറിസോണ്ടൽ, ഒരു വെർട്ടിക്കൽ, ഇങ്ങനെ രണ്ട് ഊദുകളായി നിൽക്കുന്ന നമ്മുടെ TV സെറ്റുകൾ. തുഅറദുൽ ഫിതൻ, നമ്മുടെ വീടുകളിലേക്ക് ഇതിനേക്കാളും ഫിത്നകൾ കടന്നു വന്നൊരു കാലം ഇന്നത്തെ ലോകത്തേക്കാൾ വേറുണ്ടോ മുസ്ലിമേ? നമ്മൾ ആലോചിച്ച് നോക്കി. TV ഹറാമാണെന്ന് ഉസ്താദ്മാർക്കും പുറത്തോടുത്ത് പറഞ്ഞ ഈ ഉസ്താദ്മാർക്കൊന്നും ലോകം തിരിയില്ലാന്ന്. ഇപ്പം ആർക്കപ്പം തിരിഞ്ഞത്? കുട്ടികളൊന്ന് ഒടിച്ചോടാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി തുടങ്ങി അല്ലേ? ഇതൊന്നും അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്ത പോലെ വാങ്ങണ്ട, അത്ര ഞാൻ പറയണത്. അത് ഹറാമാണെന്ന് ഫത്വ കൊടുക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല. നിങ്ങൾക്കത് അള്ളാഹു പറഞ്ഞ പോലെ ഉപയോഗിക്കാൻ പറ്റൂലേ, നിങ്ങളത് ഒഴിവാക്കിക്കോ, വിറ്റ് കളഞ്ഞേക്കി, ആഖിറ നഷ്ടപ്പെടുത്തണ്ട. തുഅറദുൽ ഫിതൻ, മനുഷ്യന്റെ മുമ്പിലേക്ക് ഫിത്നകൾ കൊണ്ടുവരാൻ. ഫിത്നകൾ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ പെൺമക്കൾ, നമ്മുടെ ഉമ്മമാർ റിമോട്ട് പിടിച്ചിരിക്കാൻ. ഒറ്റ കാര്യം പറയട്ടെ, മഗ്രിബിന്റെ സമയം അള്ളാഹുവിന്റെ മുമ്പിലേക്ക് തഖ്വയുള്ള മനസ്സോടുകൂടെ പോകേണ്ട നേരല്ലേ? അറിയില്ലേ? സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, ഫഅക്സിറൂ, നിങ്ങൾ ഓതണം, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓതണേ, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതണേ, വസൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് മിനിമം ഒരു പ്രാവശ്യമെങ്കിലും മഗ്രിബായി കഴിഞ്ഞാൽ ഓതണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊന്ന് ആലോചിക്കണ്ടേ, നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് ഏറ്റവും കൂടുതൽ മുന്നിടേണ്ട ഒരു സമയമാണ് മഗ്രിബിൻ്റെ ശേഷമുള്ള സമയം. മഗ്രിബ് നിസ്കാരം, ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ സ്വലാത്തുൽ അവ്വാബീൻ, രാത്രിയിൽ ഓതേണ്ട സൂറത്തു തബാറക, സൂറത്തുൽ വാഖിഅ, ഇതൊക്കെ ഓതിയിട്ട് മഗ്രിബായി കഴിഞ്ഞ എന്തോ ഒരു റാഹത്താണ്. മഗ്രിബിന് മുമ്പ് ചൊല്ലണ്ടേ സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. നമ്മുടെ പള്ളികളിലൊക്കെ ദർസുകളുള്ള പള്ളികളിൽ അത് കേൾക്കാൻ കഴിയും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. كلمتان خفيفتان على اللسان ثقيلتان على الميزان حبيبتان إلى الرحمن. കാരുണ്യവാനായ അല്ലാഹുവിന് ഇത്രമേൽ ഇഷ്ടമുള്ള വാക്കുകളില്ല കേട്ടോ. നാവുകളിൽ പറയാൻ ഇത്രമേൽ എളുപ്പമുള്ള വാക്കുകളുമില്ല. നാളെ തുലാസിൽ അല്ലാഹു കനം തൂക്കുമ്പോൾ ഇത്രത്തോളം ഭാരമുള്ള വാക്കുകളുമില്ല. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി
അസ്തഗ്ഫിറുല്ലാഹിൽ അദീം. വേറെ റിവായത്തുകളിൽ വന്നതനുസരിച്ച് വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. അത് ചൊല്ലിയിട്ട് മഗ്രിബിനെ സ്വീകരിക്കുന്ന മുഅ്മിനീങ്ങൾ മഗ്രിബ് കഴിഞ്ഞിട്ട് മഗ്രിബിന്റെ ഖബ്ലിയായ 2 റക്അത്ത് മുഅക്കദല്ലെങ്കിലും ഒരു സുന്നത്ത്, മഗ്രിബ് നിസ്കാരം, അതിന്റെ ശേഷമുള്ള ബഅദിയായ സുന്നത്തുകൾ, പിന്നെ ഔറാദുകൾ, ഇതൊക്കെ ചൊല്ലിയിട്ട് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് മനസ്സ് മറയുന്നൊരു നേരമാണ് അസ്തമിക്കുന്ന നേരം. എന്താ നമ്മുടെ ടിവിക്കാർ കാണിച്ചു തരുന്നത്? എന്താ കാണിച്ചിരുന്നത്? മഗ്രിബാകുമ്പോൾ, രാത്രിയാകുന്ന സമയത്ത് മനുഷ്യന്റെ മനസ്സിലേക്ക് പോലും ഒരു മരണത്തെ ഓർമ്മിപ്പിക്കുന്ന നേരമാണ് മഗ്രിബ്. ഖബറിലേക്ക് പോയി കടക്കണല്ലോ എന്ന് ഇരുട്ട് മനുഷ്യനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നേരം. അള്ളാഹുവിന്റെ രാത്രി മനുഷ്യനൊരു ഉപദേശകനായി വരുന്ന നേരത്താണ് നമ്മുടെ ഏഷ്യാനെറ്റുകാരനും മറ്റുള്ള ചാനലുകാർ ഭക്തിയുള്ള സീരിയലുകൾ നമ്മുടെ പെണ്ണുങ്ങളുടെ മുമ്പിലേക്ക് വെച്ചു കൊടുക്കുന്നത്. അവർക്കും വേണം ഭക്തി. എവിടെ? മുസ്ലിമിന്റെ ഭക്തി അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് ഖുർആൻ ഓതേണ്ട നേരത്താണ് ഭക്തിയുള്ള രാമായണത്തിന്റെയും ഭഗവത്ഗീതയുടെയും മറ്റു അവരുടെ നേതാക്കന്മാരുടെയൊക്കെ ആത്മകഥകൾ പറയുന്ന സീരിയലുകൾ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അമ്മായിമാൻ എങ്ങനെ പറ്റിക്കാൻ പറ്റിയാന്ന് പെണ്ണിനെ പഠിപ്പിക്കുന്നത്. അതൊക്കെ അതിന്റെ ശേഷം ആദ്യം പഠിപ്പിക്കുന്ന സീരിയലുകൾ ഭക്തിയുള്ള സീരിയലുകൾ. അത്ഭുതപ്പെട്ടു പോയി കേട്ടുപോയപ്പോ. ഇങ്ങനെ നമ്മളോട് ഭക്തിയിലും തഖ്വയിലും അല്ലാഹുവിന്റെ മുമ്പിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞ നേരത്ത് സ്വാമിയേ ശരണമയ്യപ്പ എന്ന് നമ്മുടെ വീടിന്റെ ഉള്ളിലെ സീരിയലുകളിലൂടെ, നമ്മുടെ വീടിന്റെ ഉള്ളിൽ ശിർക്കിന്റെ വചനങ്ങൾ നമ്മുടെ പൊരന്റെ ഉള്ളിൽ പറയിപ്പിക്കാൻ കാരണമായത് തുഅറദുൽ ഫിതനു അലൽ ഖുലൂബ്, മുഅ്മിനീങ്ങളുടെ മനസ്സുകളിൽ, മുഅ്മിനീങ്ങളുടെ ചെവികളിലേക്ക് ശിർക്കിന്റെ വാചകങ്ങൾ കടത്തിവിട്ടത് നമ്മുടെ ടിവി സംസ്കാരമല്ലേ? അവർക്ക് ഭക്തി തോന്നുന്നുണ്ട് മഗ്രിബിന്റെ നേരത്തെ. ആ നേരത്തെ കണക്കാക്കിയിട്ട് അത്തരം സീരിയലുകൾ വരുന്നത്. നമ്മുടെ പെണ്ണുങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഭക്തിയിൽ മുസ്ലിമിനോട് പോകാൻ പറഞ്ഞ നേരത്താണ് പച്ചയായ ശിർക്കിന്റെ കഥകളും ഉണ്ടായതോ ഇല്ലാത്തതോ ആയ മിത്തോളജി, മിത്തുകൾ, ലെജൻഡുകൾ, അതിൻ്റെ ആസ്പദമാക്കിയുള്ള കഥകളും കഥനകളും അതിൻ്റെ വിഷ്വലൈസേഷനും ഒക്കെ നമ്മുടെ മുസ്ലിമീങ്ങളായ പെണ്ണുങ്ങൾ ഇത് നിരന്തരം കണ്ടുകഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവിശ്വാസത്തിലേക്ക് പോകാൻ വഴി എളുപ്പമായില്ലേ? ശിർക്കിലേക്ക് പോകാൻ വഴി എളുപ്പമായില്ലേ? അല്ലാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യുന്ന പണിയിലേക്ക് പോകില്ലേ നമ്മുടെ മക്കൾ? ഈ നേരത്ത് മുസ്ലിമേ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയും നാളെ ഖബറിന്റെ ഉള്ളിലെ ശിക്ഷ ലഭിക്കാതിരിക്കാൻ നിങ്ങൾ സൂറത്തുൽ മുൽക്ക് ഓതിക്കോ. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതോദണ്ട നേരത്താണ് പെങ്ങളെ, ഇതോദണ്ട നേരത്താണ് സഹോദരി നീ റിമോട്ട് പിടിച്ച് കളിക്കുന്നത് മഗ്രിബിന്റെ നേരത്ത്. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഫിത്നകൾ ഇത്രത്തോളം എക്സ്പോസ് ചെയ്യപ്പെടുന്നത് ടിവിയിലൂടെ അല്ലാതെ, നമ്മുടെ ചാനലുകളിലൂടെ അല്ലാതെ വേറെയുണ്ടോ? മുസ്ലിമേ, മദ്രസകൾ നമ്മളെ മക്കൾ പോയി പഠിക്കുന്നുണ്ട്. ഹയർ സെക്കൻഡറി മദ്രസകൾ ഉണ്ടാകാം. എന്ത് പഠിച്ചിട്ടെന്താ? ഈ കുട്ടി മഫ്ത ധരിച്ച്, അച്ചടക്കമുള്ള വേഷം ധരിച്ച്, തലയിൽ തൊപ്പി വെച്ച് വരുന്ന ആൺകുട്ടികളും പർദ്ദ ധരിച്ചു വരുന്ന പെൺമക്കളും മദ്രസ വിട്ടുപോയി വീട്ടിലേക്ക് എത്തിയാൽ ഉമ്മാന്റെ കയ്യിലെ റിമോട്ട് പിടിച്ച് തിരിച്ചും മറിച്ചും ചാനലുകൾ മാറ്റി മഗ്രിബ് നിസ്കാരത്തിന്റെയും ഇശാഇന്റെയും ഇടയിൽ ഹറാം കണ്ടുകൊണ്ടിരിക്കുന്ന നേരം നമ്മുടെ മക്കളെ ഉമ്മമാർ പഠിപ്പിക്കുന്ന പാഠം എന്താണ്? എന്താണ് ഈ മക്കൾ പിന്നെ പഠിക്കുക? മദ്രസയിലെ 1 മണിക്കൂർ കൊണ്ട് മക്കൾ നന്നാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടോ? മദ്രസയിലെ 1.5 മണിക്കൂർ കൊണ്ട് മക്കള് സൂഫിയാക്കളാകുമെന്ന് വിചാരിച്ചോ? നിന്റെ വീടിന്റെ ഉള്ളിൽ നീ മക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ചിത്രങ്ങളും അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുമാണെങ്കിൽ എങ്ങനെയാ മക്കൾ നന്നാവുക? ഈ ഫിത്നയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. മുഅ്മിനേ, നീ എത്ര വലിയ 60 100 ഇഞ്ച് വലിപ്പമുള്ള സ്ക്രീൻ വാങ്ങിക്കോ, എന്ത് വാങ്ങിച്ചിട്ടെന്താ? നമ്മുടെ സ്ക്രീനുകളിൽ വരാൻ പോകുന്നത് തോന്നിവാസങ്ങളല്ലേ അല്ലേ? തുഅറദുൽ ഫിതൻ. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫിത്നകൾ വരുന്ന കാലമുണ്ട്. ഇരുട്ടുള്ള രാത്രിയിലെ ഇരുളിന്റെ കഷ്ണങ്ങളെ പോലെ. യുസ്ബിഹു മുഅ്മിനൻ വയുംസി കാഫിറാ. നേരം വെളുക്കുമ്പോൾ മുസ്ലിമായ മനുഷ്യൻ ഒരു സീരിയലോ ഒരു ടോക്കോ ഒരു ഡോക്യുമെന്ററിയോ കാണുമ്പോഴേക്കും വൈകുന്നേരമാകുമ്പോഴേക്കും അവൻ കാഫിറായിട്ടുണ്ട്. പിന്നെ അവൻ പറയാ പടച്ചോണ്ടൊന്നും തോന്നണില്ല. അങ്ങനെ ഉംറ ചെയ്ത് വന്നിട്ട് അവൻ പറയാ, ഞാൻ പിന്നെ പോയതേ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി പോയത്, എനിക്ക് വിശ്വാസം ഉണ്ടായിട്ടല്ല. മുസ്ലിമായ മനുഷ്യൻ ലവലേശം സങ്കോചമില്ലാതെ അള്ളാഹുവിന്റെ നിയമങ്ങളെ ലംഘിക്കാൻ തുടങ്ങിയില്ലേ? തുഅറദുൽ ഫിതൻ.
രാവിലെ മുസ്ലിമായ മനുഷ്യൻ വൈകുന്നേരമാകുമ്പോഴേക്കും അവന്റെ മൊബൈലിൽ ഏതോ ഒരാൾ എന്തോ പ്രസംഗിച്ചത് കേട്ടപ്പോഴേക്കും അവന് തോന്നി മഹാന്മാരടുത്ത് സിയാറത്ത് ചെയ്യുന്നത് ശിർക്കാണ് പോൽ, പിന്നെ അങ്ങോട്ട് പോവണ്ട, തച്ചുപൊളിക്കണം എന്ന് അവന് കേട്ട മസ്അല അല്ലേ. അല്ലാഹുവിന്റെ ഭൂമിയിലെ അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും സ്വാലിഹീങ്ങളും അവരെ കൊണ്ടല്ലേ ദീൻ അല്ലാഹുവിടെ നിലനിർത്തിയത്. ആ മഹത്തുക്കളുടെ ചാരത്ത് ചെന്ന് അല്ലാഹുവേ, ഈ മഹാത്മാവിന്റെ മഹത്വം കൊണ്ട് നീ ഞങ്ങൾക്ക് ഉപകാരം തരണേ പടച്ചവനെ, നീ ഞങ്ങൾക്ക് ഇവരുടെ ബറക്കത്ത് കൊണ്ടെങ്കിലും പൊറുത്തുതാ, ഞങ്ങൾ നിൽക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെട്ട ഒരാളിന്റെ മുമ്പിലല്ലേ. ഇത് പറയുമ്പോഴേക്കും ഇസ്ലാം എന്ന് പുറത്തുപോയി എന്ന ക്ലിപ്പ് കേൾക്കുമ്പോ മുസ്ലിമായ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ഈമാൻ പോകുന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞു തരിൻ. മഹത്തുക്കളെ ബഹുമാനിക്കണമെന്നും അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളും ഔലിയാക്കന്മാരെയും ആദരവോടെ കാണാവൂ എന്നും ഉലമാ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരുത്തന്റെ കവലയിലെ പ്രസംഗം കേൾക്കുമ്പോഴേക്കും ഇതൊക്കെ ശിർക്കും കുഫറുമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ച് ഖിബിലയിലേക്ക് 5 നേരം നിസ്കരിക്കുന്ന മുസ്ലിമായ മനുഷ്യനെ കുറിച്ച് കാഫിർ എന്ന് പറയുന്ന ക്ലിപ്പുകൾ കേൾക്കുമ്പോൾ എന്റെ മുസ്ലിമേ, നിന്റെ ഈമാൻ എവിടെ എത്തിയിട്ടുണ്ട്? യുംസി മുഅ്മിനൻ വയസ്ബിഹു കാഫിറാ. വൈകുന്നേരം മുസ്ലിമാണ്, അന്ന് രാത്രി എന്തോ ക്ലിപ്പ് കേട്ടതോടുകൂടെ നേരം വെളുത്തപ്പോൾ അവന് തോന്നി ഇതൊക്കെ കുഫറാണല്ലോ എന്ന്. അങ്ങനെ ഇസ്ലാമിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു വില്ലിൽ നിന്ന് അമ്പ് തെറിച്ചു പോകുന്ന പോലെ മുസ്ലിമീങ്ങൾ ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോകുന്ന കാലം വരാനുണ്ടെന്ന് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയങ്ങളിലേക്ക് ഫിത്നകൾ കാണിക്കപ്പെടുന്ന ലോകമല്ലേ ഇത്? കൈകളിൽ കിടക്കുന്ന മൊബൈൽ ഫോണുകൾ അല്ലേ, ടച്ച് സ്ക്രീൻ ആൻഡ്രോയിഡ് പ്രോഗ്രാമുകളുള്ള ഹൈ റെസൊല്യൂഷൻ ക്യാമറകളുള്ള നല്ല മെമ്മറി കപ്പാസിറ്റിയുള്ള നിങ്ങളുടെ മൊബൈലുകളിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന നിരന്തരം മനുഷ്യന്മാർ ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോരോ വീഡിയോയുടെ ഷോർട്ട് ക്ലിപ്പുകൾ, ഷോർട്ട് വീഡിയോകൾ, അതിലെ കമന്റുകൾ, അതിൽ വരുന്ന കഥകൾ, അതിൽ വന്നുകൊണ്ടിരിക്കുന്ന കമന്റുകൾ, ഇതൊക്കെ കേട്ടിട്ട് നിന്റെ ഇസ്ലാമും നിന്റെ ഈമാനും തകർക്കാൻ ശത്രുവിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഹദീസ് പറഞ്ഞ വാക്കുകൾ പുലരുകയാണ്. തുഅറദുൽ ഫിതനു അലൽ ഖുലൂബി ഊദൻ ഊദാ ഫമസ്തൻകറ. ആരെങ്കിലും ഒരാൾ ഇതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ, ഇതെനിക്ക് വേണ്ട എന്ന് മാറ്റിവെച്ചാൽ, കണ്ണിനെ സൂക്ഷിക്കുകയും നാവിനെ സൂക്ഷിക്കുകയും ചെവിയെ സൂക്ഷിക്കുകയും ചെയ്താൽ ഫഖദ് ഇസ്തബ്റഅ ലിദീനിഹി വഇർദിഹി, അവൻ അവന്റെ അഭിമാനവും അവന്റെ ദീനും കാത്തു സൂക്ഷിച്ചു. ചില ഹൃദയങ്ങൾ ഉശ്രിബത്, അയ്യുമാ ഖൽബിൻ ഉശ്രിബത്, ഏത് ഹൃദയങ്ങൾക്കാണോ ഇത് അല്ലാഹു കൊണ്ട് കുടിപ്പിക്കുന്നത്. കുടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? എന്ത് പറഞ്ഞാലും ഞാൻ വിടൂല. മൂസ നബിയുടെ കാലത്തെ ആ പശുക്കിടാവിനെ ആരാധിച്ച മനുഷ്യന്മാർ എന്ത് തോന്നിവാസം കണ്ടല്ലേ ഒന്നല്ല, ഞാൻ വിശ്വസിക്കൂല. അങ്ങനെ ഉണ്ടാവും കുറെ മനുഷ്യന്മാര്. ഹക്കും ബാത്തിലൊന്നും ബോധ്യപ്പെട്ടാൽ നമ്മൾ മുമ്പേ വിചാരിച്ചത് തന്നെയാണ് ശരി, അതിനപ്പുറത്തേക്ക് വേറെ ശരിയൊന്നുമില്ല. ഉശ്രിബത്തിൽ ഖുലൂബ്, ഏതെങ്കിലും ഹൃദയങ്ങൾക്ക് തോന്നിവാസങ്ങൾ ശരിയാണെന്ന് തോന്നുകയും അതാണ് ഹക്കാണെന്ന് തോന്നുകയും ചെയ്ത് ആ തോന്നിവാസത്തെ കുടിപ്പിക്കപ്പെട്ടാൽ ആ ഹൃദയങ്ങളിൽ പിന്നെ ഈമാനിന്റെ നൂറ്, ഈമാനിന്റെ പ്രഭ വരികയില്ല കേട്ടോ. ഈമാനിന്റെ നൂറില്ലെങ്കിൽ പിന്നെ എന്തിനവിടെ ജീവിക്കണം? തുഅറദുൽ ഫിതനു അലൽ ഖുലൂബി ഊദൻ ഊദാ ലാ യദഉ ബൈത വബരിൻ വലാ മദരിൻ ഇല്ലാ ദഖലത്ഹു. എന്തൊരു അത്ഭുതമുള്ള ഹദീസ്, എന്തൊരു അത്ഭുതമുള്ള ഹദീസ്. പാവപ്പെട്ടവന്റെയും മുതലാളിയുടെയും വീട്ടിലേക്ക് കയറി വരുന്ന ഫിത്ന ലോകത്തിൽ മനുഷ്യരുടെ വീടുകളിൽ മുഴുവനും പ്രത്യക്ഷപ്പെടാതെ അന്ത്യനാൾ നടക്കാൻ പോകുന്നില്ലെന്ന് റഫീഉനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് വീട്ടിലും ബൈത മദരിൻ വലാ വബരിൻ, മണ്ണിന്റെ കട്ട കൊണ്ടുണ്ടാക്കിയ വീട് അല്ലെങ്കിൽ തോല് കൊണ്ടുണ്ടാക്കിയ വീട്, മുതലാളിയുടെയും പാവപ്പെട്ടവന്റെയും വീടിന് അന്ന് പറയുന്ന പ്രയോഗമാണത് ബൈതു മദരിൻ വലാ വബരിൻ. അതിൻ്റെ ഉള്ളിലൊക്കെ ഈ ഫിത്ന കടന്നു വരും. നമ്മൾ വിചാരിച്ചു കൊലപാതകത്തെ കുറിച്ചാണ് ഈ പറയുന്നതെന്ന്, നമ്മൾ വിചാരിച്ചു പൊളിറ്റിക്കൽ അൺറസ്റ്റിനെ കുറിച്ചാണ് ഈ പറയുന്നതെന്ന്, നമ്മൾ വിചാരിച്ചു സോഷ്യൽ അനാർക്കിയെ കുറിച്ചാണ് ഈ അല്ലല്ല. നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് സാറ്റലൈറ്റിന്റെ ഫിത്നകൾ വരുന്ന കാലമെന്ന് മഹാന്മാരായ ആധുനിക ആലിമീങ്ങൾ ഈ ഹദീസിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. വേറെയും അർത്ഥങ്ങൾ ഉണ്ടാകാം, താറുദില്ലാതെ എത്ര അർത്ഥങ്ങൾ കാണും ഹദീസിനും ഖുർആനിനും, പ്രയാസമല്ലല്ലോ. വീടുകളിലേക്ക് കടന്നു വരും
ചെറ്റക്കുടിലിന്റെ മുമ്പിൽ പോലും ഡിഷ് ആന്റിനകൾ. ഇത് കടന്നു വരാത്ത ഒരു വീടും ലോകത്തില്ലാത്തൊരവസ്ഥ അന്ത്യനാളിന്റെ മുമ്പ് വരാനുണ്ടത്രേ. അതല്ല ഇപ്പൊ വന്നത്. മുസ്ലിമിന്റെ ഇസ്ലാം നഷ്ടപ്പെടുമാർ ബൊംബാർഡ്മെന്റ്, കൾച്ചറൽ ബൊംബാർഡ്മെന്റ്. മുസ്ലിമീങ്ങൾക്ക് ഇതും ചെയ്തുകൂടെ എന്ന് പരസ്യമായി തിന്മകളെ സംബന്ധിച്ച് പറയുന്ന കമന്റുകൾ. മുസ്ലിം എന്തിനാ സെക്യുലർ അല്ലാതെ ജീവിക്കുന്നവന് സെക്യുലർ ആയിക്കൂടെ, മുസ്ലിമിനൊരൽപ്പം ലിബറൽ ആയിക്കൂടെ, അല്ലേ? ഇതൊക്കെ മനുഷ്യന്റെ മുമ്പിലേക്ക് അവന്റെ മുമ്പിലേക്ക് എക്സ്പോസ് ചെയ്യപ്പെടുന്ന കാലത്ത് ജീവിക്കുന്ന മുസ്ലിമെ എപ്പോഴും ചൊല്ലിക്കോ, അല്ലാഹുവിനോട് ദുആ ചെയ്തോ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഹമസാത്തിശ് ശയാത്വീൻ വഅഊദു ബില്ലാഹി അൻ യഹ്ദുറൂൻ. അല്ലാഹുവേ, ഞാൻ നിന്നോട് ദുആ ചെയ്യുന്നു, നീ എന്നെ കാത്തുരക്ഷിക്കണേ, ശൈത്താനിൽ നിന്ന് ശൈത്താന്റെ ശല്യത്തിൽ നിന്ന് നീ എന്നെ കാത്തുരക്ഷിക്കണേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഹമസാത്തിശ് ശയാത്വീൻ വഅഊദു ബില്ലാഹി അൻ യഹ്ദുറൂൻ.